കിരീടം നിലനിർത്തുമെന്ന ഉറപ്പോടെ ഇറങ്ങിയ അർജന്റീനയെ സ്പാനിഷ് യുവനിര തന്ത്രങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന കാഴ്ചയ്ക്കാണ് ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം സാക്ഷിയായത്. കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകളുടെ ഭാരവുമായി ഇറങ്ങി ഒടുവിൽ കളം മറന്ന മെസ്സിയും സംഘവും സ്പാനിഷ് കോട്ടയിൽ നിഷ്പ്രഭരാകുന്ന കാഴ്ചയ്ക്കാണ് ഫൈനൽ ദിനം സാക്ഷിയായത്. 2026 ലോകകപ്പിന്റെ ഫൈനൽ വേദിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് നേരിടേണ്ടി വന്നത് ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത ദുരന്ത ദിനമായിരുന്നു. സ്പെയിനിന്റെ ആക്രമണ ഫുട്ബോളിനും കണിശമായ പ്രസ്സിംഗിനും മുന്നിൽ മറുപടിയില്ലാതെ പതറിയ അർജന്റീന മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും തങ്ങളുടെ സ്വാഭാവിക താളം കണ്ടെത്തിയില്ല. മധ്യനിരയിൽ പന്ത് കൈവശം വെച്ച് കളി നിയന്ത്രിക്കാൻ കഴിയാതെ പോയതും സ്പാനിഷ് പ്രതിരോധത്തിലേക്ക് പന്തെത്തിക്കാൻ കഴിയാത്ത വിധം താരങ്ങൾ ഒറ്റപ്പെട്ടുപോയതും തിരിച്ചടിയുടെ ആഴം കൂട്ടി. ആകെ 3 ഷോട്ടുകൾ മാത്രം ഉതിർക്കാനായ അവരുടെ മുന്നേറ്റ നിര സ്പാനിഷ് ഗോൾ കീപ്പർക്ക് കാര്യമായ ഒരു പരീക്ഷണം പോലും ഉയർത്തിയില്ല. മത്സരം അധിക സമയത്തേക്ക് നീണ്ടപ്പോൾ സമ്മർദ്ദം ഇരട്ടിച്ച അർജന്റീനയ്ക്ക് ഒടുവിൽ 10 പേരായി ചുരുങ്ങേണ്ടി വന്നതും വലിയ തിരിച്ചടിയായി മാറി. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് 10 തകർപ്പൻ സേവുകളുമായി ചരിത്രപരമായ ഒരു പോരാട്ടം നടത്തി ടീമിന്റെ രക്ഷകനായി മാറിയില്ലായിരുന്നുവെങ്കിൽ പരാജയത്തിന്റെ ആഘാതം ഇതിലും വലുതാകുമായിരുന്നു. ഒടുവിൽ 106-ാം മിനിറ്റിൽ ഫെറാൻ ടോറസിന്റെ ഗോളിലൂടെ സ്പെയിൻ മുന്നിലെത്തിയപ്പോൾ തിരിച്ചടിക്കാൻ പോലുമാകാതെ അർജന്റീന പൂർണ്ണമായും കീഴടങ്ങുകയായിരുന്നു. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച സൂപ്പർ താരം മെസ്സിയുടെ നിഴൽ മാത്രമാണ് ഫൈനലിൽ കാണാൻ സാധിച്ചത്. കരിയറിലെ ഏറ്റവും മോശം ഫൈനലുകളിലൊന്നിന് സാക്ഷിയായ മെസ്സിയുടെ തല താഴ്ത്തിയുള്ള മടക്കം ഫുട്ബോൾ പ്രേമികൾക്ക് ഏറെ സങ്കടകരമായ കാഴ്ചയായി മാറി. വേൾഡ് കപ്പ് ഡെസ്ക് കൈരളി ന്യൂസ്.